ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഹോം സെക്രട്ടറി ഷഹബാന മഹമ്മൂദ് അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി മുതൽ 5 വർഷത്തെ ILR ഇല്ല. ഒഫീഷ്യലായിട്ട് ഇനി മുതൽ UK ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ILR എന്ന് പറയുന്നത് 10 വർഷമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്നലെ ഹോം സെക്രട്ടറി പ്രഖ്യാപിച്ച ഒരു ILRലെ മാറ്റങ്ങൾ, എന്തൊക്കെയാണ് പുതിയ ചേഞ്ചസ് നമുക്ക് നോക്കാം. ഹോം സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ ILR എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രിവിലേജ് അല്ല, അത് നിങ്ങൾ ഏൺ ചെയ്തെടുക്കേണ്ട ഒരു സംഭവമാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു 10 വർഷത്തിലോട്ട് മാറ്റിയാലും ILR കിട്ടാനായിട്ട് നമുക്കൊരു 4 ക്രൈറ്റീരിയ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ ഒരു 4 ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് UK ഒരു ക്ലീൻ ക്രിമിനൽ റെക്കോർഡ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തേന്ന് പറയുന്നത് നിങ്ങൾ നാഷണൽ ഇൻഷുറൻസിലേക്ക് സസ്റ്റൈൻഡ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ടായിരിക്കണം. മൂന്നാമത്തത് നിങ്ങളുടെ ഇംഗ്ലീഷ് A-level ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ഇംഗ്ലീഷ് നോളജ് വേണം. നാലാമത്തത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് UK കടം ബാധ്യതകളൊന്നും ഉണ്ടാകാൻ പാടില്ല, നോ ഡെപ്റ്റ് ഇൻ UK. എല്ലാവരും 10 വർഷമാക്കിയെന്ന് നമ്മൾ പൊതുവേ പറയുമ്പോഴും അതിനകത്ത് എക്സെപ്ഷൻസ് കിട്ടിയിട്ടുള്ള കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് പോസിബിൾ ആയിട്ടുള്ള കാറ്റഗറി. അതിനകത്ത് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹൈ ടാക്സ് പേയിങ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഹൈ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്കാണ്. അവർക്ക് ആക്ച്വലി 3 വർഷമാണ് ILRന് വേണ്ടി പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ ജോലി ചെയ്യുന്നവരാണ്. അതായത് നിങ്ങൾ നേഴ്സ്, ഡോക്ടർ, ടീച്ചേഴ്സ് തുടങ്ങിയ പബ്ലിക് സെക്ടറിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ILR 5 വർഷമായി തുടരും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ 10 വർഷം എന്ന് പറയുമ്പോഴത്തേക്കാണ് നിങ്ങളൊരു ഇംഗ്ലീഷിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിഗ്രി ലെവൽ ഇംഗ്ലീഷിൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൊരു 1 ഇയർ ILR ഡിസ്കൗണ്ട് ഉണ്ട്. അടുത്തതായിട്ട് ലോങ് വെയിറ്റ്സ് വേണ്ടി വരുന്ന റൂട്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാൻ, നിങ്ങൾ അവിടുത്തെ പബ്ലിക് ഫണ്ടിലെ ബെനിഫിറ്റ്സ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവർ 12 മന്ത്സ് നിങ്ങൾ പബ്ലിക് ഫണ്ടിലെ ബെനിഫിറ്റ്സ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 20 ഇയേഴ്സ് വരെ നിങ്ങൾക്കൊരു ഈ ഒരു ILRന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തൊരു മെയിൻ കാറ്റഗറി എന്ന് പറയുന്നത് ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്. അങ്ങനെ ഇല്ലീഗലായിട്ട് നിങ്ങൾ UK വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊട്ടൻഷ്യലി അപ് ടു 30 വർഷം വരെ ഈ ഒരു ILR സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിലവിൽ UK എത്തിയിട്ടുള്ളതും എന്നാൽ ILR കിട്ടാത്തതുമായിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് ഈ ഒരു റൂൾ ചേഞ്ചസ് ബാധിക്കുക എന്നുള്ളത്. ഇന്നലെ ഹോം സെക്രട്ടറി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ILR സ്റ്റാറ്റസ് UK കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പുതിയ റൂൾസ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിരിക്കും.